ഞാൻ ഈ ശുശ്രൂഷയിൽ ധ്യാനം തുടങ്ങിയ നാളെ കർത്താവ് എനിക്ക് 2-3 വെളിപാടുകൾ തന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിരുന്നപ്പോൾ ശരിക്കും അതുകൊണ്ട് അണക്കരയിൽ ശരിക്കും ഞങ്ങൾ 4 ചെറിയ ചിത്രങ്ങൾ നമ്മളിങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ആൾക്ക് കൊടുക്കും. ഒന്ന് ദൈവ കരുണയുടെ ചിത്രം, ഒന്ന് റോസാംശിക മാതാവിൻ്റെ ചിത്രം, ഒന്ന് 10 പ്രമാണങ്ങളുടെ ചിത്രം, പ്രസലോഷ്, ഒന്ന് വിഷ്ണു മിഖായലിൻ്റെ ചിത്രം. വേറൊന്നും നമ്മൾ ചെയ്യാറില്ല. ബോധപൂർവമാണ് ഞാൻ വേറെ ഈ ഷോപ്പുകളൊന്നും ഞാൻ തുടങ്ങാൻ. കാരണം ഇത് 3 എനിക്ക് ആത്മാവ് ശരിക്കും ഇത് 3-4 ചെയ്യാൻ പറയും. പ്രസലോഷ് ഒന്ന് ദൈവ കരുണയിൽ ജനത്തോട് ആശ്രയിക്കാൻ പറയും. 2 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി, പ്രത്യേകിച്ച് റോസാമിസ് അമ്മ ഈ രക്തക്കണ്ണുനീരൊഴുക്കുന്ന അമ്മയാണ്. അത് ഡെലിവറൻസിൻ്റെ അമ്മയാണ്. പ്രസലോഷ് പൈശാചികത്തെ ബഹിഷ്കരിക്കുന്നൊരു ഭയങ്കര അമ്മയുടെ മധ്യസ്ഥം കിട്ടും. 3 ഈ 10 പ്രമാണം ശരിക്കത് കിട്ടിയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ വേറൊന്നും ചെയ്യേണ്ട, നാട്ടിൽ സഭയെ ദൈവജനത്തോട് 10 കൽപ്പന പഠിപ്പിക്കുക. അതിൽ നിന്നാണ് വ്യതിചലിക്കരുത്. അവിടെ വന്നിരിക്കുന്ന എല്ലാ മിസ്റ്റേക്കുകളും തിരുത്തി അവർ കുമ്പസാരിച്ച് കൺസൈൽ ചെയ്ത് അനുരഞ്ജനപ്പെട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബത്തിൽ സ്ഥാനമില്ല. അപ്പം അവിടെ വരുന്ന മിസ്റ്റേക്കുകളാണ് പ്രശ്നങ്ങൾ. അപ്പം അതാണ് ഈ വചനം 10 കൽപ്പന പറയുന്നതിൻ്റെ കാരണം. മോശെ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ കൽപ്പന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പഠിപ്പിച്ചു. അത് തന്നെ നീ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു കർത്താവിനോട് പറഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ഈ 4-ാം പ്രമാണം, ഈ പ്രമാണങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഇപ്പം 4-ാം പ്രമാണത്തേക്ക് അച്ഛൻ വീണ്ടും വരികയാണ്. അവിടെ ഒരു കാര്യമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം. അതിന് കാരണമുണ്ട്. ബൈബിളിൽ ഒരു വചനമുണ്ട്, എഫേസ്യസ് 5:22-23. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താവിന് വിധേയരായിരിക്കും. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ സഭ. ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുക, അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രസലോഷം ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ഭാര്യയും ഭർത്താവും അവർ ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം എന്നുള്ളത് സഭയുടെ ഒരു പൗലോസ്ലീഹായി കിട്ടിയ ഒരു ദർശനമാണ്. ഇന്ന് വിധേയത്വമാണ് ഇല്ലായ്മ, ഇന്ന് വിധേയത്വം ഇല്ല. അതൊരു പൈശാചിക പടിയാണ്. അതിന് നമുക്ക് ന്യായീകരണമുണ്ട്. നമുക്ക് 100 മറുപടിയാണല്ലോ. ചോദ്യത്തിനേക്കാളും വേഗം ഒരു ചോദ്യം ചോദിച്ചാൽ 1,00,000 ഉത്തരവായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 1,00,000 മറുപടിയാണ് തരുന്നത്. അതെൻ്റെ കാരണം നമ്മളിൽ ഒരു പിശാചുണ്ട്, ഈഗോ ഞാനെന്ന പിശാച്. ഞാനാണ് ദൈവം. ഈ കാലഘട്ടങ്ങൾ എല്ലാവരും പാലിക്കുന്ന പ്രമാണം 1-ാം പ്രമാണം, ഞാനാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കൈയടിച്ച് പോരാ, ഉച്ചത്തിൽ ഹല്ലേലൂയ. ഭാര്യയിലും ഭർത്താവ് കുടുംബ പ്രശ്നങ്ങളുടെ പിന്നിൽ ഒരു സ്പിരിറ്റേ ഉള്ളൂ, ഈഗോ, ഞാൻ എന്ന സ്പിരിറ്റ്. എന്നെ കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. ഈഗോ എന്ന സ്പിരിറ്റ്. പ്രസലോഷ് സ്വാർത്ഥത, സ്നേഹിക്കുന്നില്ല. അവിടെ ഭാര്യ ഭർത്താവിൻ്റെ വിധേയത്വത്തിൻ്റെ അതില്ലെങ്കിൽ അവിടെ ദുഷ്ടാരൂപി കയറും. പല ബന്ധങ്ങൾ കയറി വരുവേ, അശുദ്ധ ശക്തികൾ കയറി വരുവേ, കുടുംബ ബന്ധങ്ങളെ തകർക്കും, നാശിപ്പിച്ച് കളയും. ഇന്ന് ചില ഭാര്യക്കാണ് സ്നേഹിക്കുന്നത്, വേറെ പലരെയാണ്, വേറെ പലതിനെയും സ്നേഹിക്കുക. ഭർത്താവിനേക്കാൾ സ്നേഹിക്കുന്ന അവളുടെ ജോലി, പഠനം, ഭാവി, കുടുംബം, അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ, സൗന്ദര്യം, കഴിവ്, മേന്മ. ഭർത്താവ് ഭാര്യയേക്കാൾ സ്നേഹിക്കുന്ന ചിലപ്പം ബിസിനസ്, ജോലി, സമ്പത്ത്, കഴിവ് ഒക്കെയാണ് ഇമ്പോർട്ടൻസ്. നമുക്കിന്ന് വ്യക്തിക്കല്ല ഇമ്പോർട്ടൻസ്, അവനെ അല്ല വേണ്ടത്, അവനുള്ളതാണ് വേണ്ടത്, അവളെയല്ല വേണ്ടത്, അവക്കുള്ളതാണ് വേണ്ടത്. അതാണ് ഈ പ്രശ്നം. നമ്മൾ വ്യക്തിയല്ല സ്നേഹിക്കുന്നത്, ഇല്ലായ്മയോട് സ്നേഹിക്കുന്നത്. അവിടെ ശരിക്കും സ്നേഹം തീർന്നു, ഉള്ളിൽ സ്നേഹം അറ്റുപോയി. ഒരാളെ നമ്മൾ വിലയിടുന്നത് അവൻ്റെ കഴിവ്, പണം, സ്വത്ത്, വലിപ്പം,
അത് കൂടുതലാണ് കുറവാണ്, അതിലാണ് നമ്മുടെ തീര്. അല്ല ആ വ്യക്തിക്കല്ല പ്രാധാന്യം. പ്രസ്തുതമാണ് വ്യക്തിക്കുള്ള, നിന്നെയല്ല വേണ്ടത്, നിനക്കുള്ളതാണ് വേണ്ടത്. പ്രസ്തുതമാണ് അതാണ് ഇന്നത്തെ പൈശാചിക ശക്തി. അതുകൊണ്ടൊന്ന് പറ്റും, അതുകൊണ്ട് പറ്റാൻ പോകുന്നൊരു കാര്യമുള്ളൂ, ഒറ്റപ്പെടും. ആരുമില്ലാത്തവനും ആരുമില്ലാത്തവളുമായിട്ട് തീരും. പ്രസവോഷം കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിലിറങ്ങേണ്ട ഒരു കൃപയുള്ളൂ. ഈശോ കാണിച്ചെന്നൊരു മാതൃകയുണ്ട്, അത് ഞാനായാലും നിങ്ങളായാലും പാലിക്കേണ്ടത്. യോഹന്നാൻ 13:4, 5, 6 വചനം. അത്താഴവേളയിൽ അവൻ മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടി അവൻ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകാനും അരയിൽ കിട്ടിയിരുന്ന തൂവാല കൊണ്ട് അവരുടെ പാദങ്ങൾ തുടയ്ക്കാനും തുടങ്ങി. ഈശോയുടെ മാതൃകയതാ, അത് നമ്മൾ പാലിക്കണം. നമുക്ക് 100 ന്യായീകരണമാണല്ലോ, അത് ചോദ്യത്തെക്കാളും 1000 മറുപടി വരും. അതുകൊണ്ട് പലരോടും ഞാൻ കൗൺസിലിങ്ങിന് വരും സംസാരിക്കാറില്ല. ഒരു കാര്യം പറഞ്ഞാൽ 1000 മറുപടി വരും. എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവം ഇടപെട്ടിരിക്കും. പ്രസ്ലോഷ് ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അവിടെ എളിമപ്പെടാൻ തയ്യാറായാൽ മതി. ചില കുടുംബങ്ങൾ മദ്യപാനം വേട്ടയാടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണും. അപ്പം അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്വാർത്ഥതയാ. ഞാനാണ് എൻ്റെ ദൈവം, ആത്മരക്ഷ, എനിക്കെൻ്റെ സുഖം, എനിക്കെൻ്റെ നേട്ടം, എനിക്കെൻ്റെ കാര്യം. അത് മാറി നമ്മൾ വിശുദ്ധരായിട്ട് മാറണം. ഇന്നച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദുഷ്ടാരൂപി കടന്നു വരുന്ന ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞു, 1 പ്രമാണ മേഖലയിലെ ലംഘനങ്ങൾ. 2 സഭയുമായിട്ടുണ്ടായിരിക്കുന്ന തർക്കങ്ങളും വിഷമങ്ങളും തിന്മകളും, അതും അന്ധകാര ശക്തികൾ അത്തരം കുടുംബങ്ങളെ വേട്ടയാടും. പ്രസോഷ് 3 അച്ഛൻ പറഞ്ഞാൽ ദൈവപ്രമാണം. ഞായറാഴ്ച കുർബാനയോട് അനുസരണക്കേട് കാണിക്കുന്ന കുടുംബങ്ങൾ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കും. 10 കൽപ്പനകൾ നമുക്ക് ചുറ്റുമുള്ള വേലിക്കല്ലുകൾ, സംരക്ഷണ കോട്ടയാണ്. അതിലേതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ അതിലൂടെ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാവും. സുരക്ഷിത ശ്രമിച്ചു നോക്ക്. ബുദ്ധിയിലെടുക്കരുത്. അച്ഛനെ പറയുന്നത് ബുദ്ധിയിലെടുക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയും, ഈ നാട്ടിലുള്ള പ്രശ്നമുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നടക്കാമെങ്കിലും നടക്കാൻ പറ്റിയില്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദേവാലയത്തിലെത്തി ബലിയിൽ പങ്കെടുക്കുക, ആ ബലിയോട് ചേർന്ന് നിൽക്കുക. പ്രസ്ലോഷ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിരിക്കും, നിങ്ങളുടെ കട്ടഴിഞ്ഞിരിക്കും. ഇന്ന് പലർക്കും വഴിതെറ്റിക്കൊണ്ടിരിക്കുക, വിശ്വാസ മേഖലയിൽ വഴിതെറ്റുന്നുണ്ട്. സൂക്ഷിക്കുക. പ്രസ്ലോഷ് അപകടങ്ങളൊന്ന് വിളിച്ച് വരുമ്പോൾ എനിക്ക് ഈശോ കൃപ തന്നുകൊണ്ട് കാണുമ്പോഴേ ചോദിക്കും, ഇന്ന ഉണ്ടോ? ഉണ്ടോ? പ്രസ്ലോഷ് ഞാൻ പറയുന്നതിന് കൂടുതലല്ലാതെ അതിന് കുറയത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കുമ്പസാരിക്കുക. എന്നിട്ട് സഭയിലേക്കും ബലിപീഠത്തിന് അടുക്കിലേക്കും വരിക. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞ് ബന്ധം കഴിയട്ടെ. 2 കാര്യം പഠിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ നാൾക്ക് എൻ്റെ ഒരു സ്നേഹിതൻ, അവന് ഈ എറണാകുളത്തുള്ളവനായിരുന്നു, പഴയൊരു സ്നേഹിതൻ. അവന് എനിക്കൊരു 10-18 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള. അപ്പം അന്ന് ഞാൻ എറണാകുളത്ത് വരുമ്പം ഇവരെന്നെ സഹായിക്കും. അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കും. ഇവരെന്നെ എൻ്റെ കൂടെ വരുമായിരുന്നു. 18 വർഷം 16-18 വർഷം മുമ്പാണ്. അപ്പം നല്ല അന്ന് ചെറുപ്പക്കാരൻ. അവന് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും, കടം കയറി, വളരെ വിഷമം. അപ്പം അവിടെ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ബന്ധുവിൻ്റെ പഴയൊരു ഓടിട്ടൊരു വീടുണ്ട്. ആ വീട്ടിലാണ് ഇവൻ്റെ താമസം. അവിടെ കിടന്നുകൊണ്ട് ഇവന് ഇങ്ങനെ ജോലിയും പണിയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും ശരിയാകും. നല്ല ഇച്ചിരി കഴിവുള്ള കൊച്ചാണ് ഇവൻ, നല്ല മിടുക്കനാണ്. പക്ഷേ ഒരു കാര്യവും നടക്കില്ല. എന്തിനിറങ്ങിയാലും ബ്ലോക്ക്, എന്നും കഷ്ടം. വീട്ടിലാണ് ഇവനുള്ള 2 കുട്ടികൾക്കും ഒരു രോഗം. ഒരാളുടെ രോഗം മാറിയാൽ അടുത്തയാൾക്ക് രോഗം ഇങ്ങനെ, അല്ലെ ഭാര്യയ്ക്ക്, അല്ലെ ഇവന് ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ ഇതിന് ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ 2 ആഴ്ചത്തേക്ക് വലിയ കുഴപ്പം കാണില്ല. വീണ്ടും 2 ആഴ്ചയും പഴയ പോലെ തന്നെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ വരെ. അപ്പോൾ എന്നോട് ഇങ്ങനെ പ്രാർത്ഥന എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഇവൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമയായ അവൻ്റെ ബന്ധു തന്നെ, അവന് ഫ്രീ ആയിട്ടാണ്, അവന് വാടകയൊന്നും കൊടുക്കണ്ട. പക്ഷേ അവൻ തീർന്നുകൊണ്ടിരിക്കുക. പ്രശ്നം 3-4 വർഷം അവിടെ 2-3-4 വർഷം കൊണ്ട് ഒരു രക്ഷയില്ല, അവൻ കരകയറുന്നില്ല. അപ്പോൾ ഇവൻ്റെ ബന്ധു അവൻ്റെ വീടിൻ്റെ മുറ്റത്ത്. ഈ ബന്ധു വലിയൊരു മനുഷ്യൻ, പുള്ളി കേരളത്തിലെ ഒരു ഗവൺമെൻറ് ഓഫീസറൊക്കെ ആയിരുന്നതാണ്. പക്ഷേ ആൾക്കൊരു പ്രശ്നമുള്ളൂ, ആൾക്ക് സമയനോട്ടം, ഒരു സ്വന്തമായൊരു മന്ത്രവാദിയുണ്ട്. പ്രസലോഷം കുടുംബസ്വത്ത് പോലെ. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തമായിട്ടൊരു വികാരിച്ചനുണ്ടെന്ന് പറയുന്ന പോലെ ചിലർക്ക് സ്വന്തമായിട്ടൊരു മന്ത്രവാദി. പ്രസലോഷ് ശ്രമപ്പെടുത്തി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങോട്ടാണ്. പ്രസലോഷ്
യാത്ര അങ്ങോട്ട്. അപ്പോൾ ഈ സമയം നോട്ടം ഇതിങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പോയിക്കൊണ്ടിരിക്കും. ഈ അപ്പം പോകും. പുള്ളി അതിലാണ് വിശ്വാസം. പുള്ളി പള്ളിയിലൊന്നും പോകത്തുന്നില്ല, കുർബാന കുമ്പസാരമൊന്നും പരിപാടിയൊന്നുമില്ല, പുള്ളിക്ക് ഈ പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളിക്ക് ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ ഇരിപ്പുണ്ടേ, ഈ ജോലി സ്ഥലത്തു നിന്നൊക്കെ കിട്ടി പാടസ. അപ്പോൾ ഇവനോട് പറഞ്ഞേടാ, നീ ഒരു കാര്യം ചെയ്യും, നീ രക്ഷപ്പെടാൻ ഞാൻ ഒരു കാര്യം ചെയ്യാൻ. ഈ മനുഷ്യൻ്റെ സഹോദരിയുടെ മകനാണ് ഇവന്, പ്രസലോഷം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുറേ പണം തരാം, നീ പോയിട്ടൊരു വലിയ ബിസിനസ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവനൊരിടത്ത് എറണാകുളത്തൊരു ഭാഗത്ത് അവനൊരു ഹോൾസെയിലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, പ്രസലോട്ട്. അപ്പം അങ്ങനെ ഒരു ഹോൾസെയിലിന് ഒരു കടയൊക്കെ മേടിച്ചു, രണ്ട് മുറി വലിയ ഷട്ടറുള്ള വലിയൊരു കട മേടിച്ച് അവന് ഹോൾസെയിലിൻ്റെ ബിസിനസ് എല്ലാം ശരിയാക്കുക. അപ്പോൾ അത് വെഞ്ചരിക്കാൻ വേണ്ടി ഇവൻ അന്ന് എന്നെ വിളിച്ചു. ഈശ്വരോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഏകദേശം ഒരു 13-14 വർഷം മുമ്പായി സംഭവം കേട്ടോ. 14-15 വർഷമായിക്കണം. അപ്പോൾ ഇവനെ വിളിച്ചു, അച്ഛാ ഒന്ന് വരാമോ. അപ്പോൾ ഇവനോടുള്ള എനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു. ഇവൻ്റെ കടയിൽ ചെന്നപ്പോൾ ഇവൻ്റെ ഈ ബന്ധുവായ ചില പ്രായമുള്ള മനുഷ്യനാണ്, റിട്ടയേർഡാണ് ആൾ, 10-60 വയസ്സ് മുകളിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആളവിടെ ഇരിപ്പുണ്ട്. ആൾ കണ്ടേ പാട് ഞാൻ രാവിലെ ഒരു 9-10 മണിയായപ്പോൾ ഇവിടെ എത്തി. ചെന്ന പാട്, അച്ഛാ ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. പ്രസലോഷ് കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് വകുപ്പ് മനസ്സിലായി. പ്രസലോഷ് കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. അത് കണ്ടപാടെ എനിക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്. പ്രസലോഷ്. അപ്പോൾ ഞാൻ സാധാരണയാണ് ഞാൻ നല്ല കോപിക്കുന്നയാളാണ്, നല്ല ദേഷ്യപ്പെട്ട് ഞാൻ ഇറങ്ങിങ്ങ് പോവുകയുള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധമാവി ഞാൻ എന്നാ ചെയ്യണം. പരിശുദ്ധ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ട, ആ മനുഷ്യൻ പറഞ്ഞ പോലെ ചെയ്യാം. പ്രസലോഷ് ഞാൻ കുറേ കാര്യം നിന്നെ പഠിപ്പിക്കാം. നമുക്ക് ടീച്ചറും കൂടിയാണല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. വേറെ ആര് പഠിപ്പിച്ചാലും അപൂർണമായ പഠനം ആകില്ല. അത് കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ മുഴുവൻ ശരിയാകില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? എന്നോ കൈയടിച്ച് മക്കളെ നന്നിട്ട് അമ്മ ഹലോ ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഗുളികൻ്റെ സമയം വരാൻ. പ്രസലോഷ് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അവൻ്റെ സമയം വന്നപ്പോൾ ഇപ്പം സമയമായി, ഇപ്പം വെഞ്ചരിക്കാൻ കയറുന്ന പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, അതല്ല തെക്ക് വടക്ക്. പ്രസലോഷ് ഞങ്ങളുടെ നാട്ടിലും തെക്കും വടക്കൊന്നുമില്ല. പ്രസലോഷ് അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങോട്ടാന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. പ്രസലോഷ് അപ്പം ഞാൻ തെക്കും വടക്കൊക്കെ വെച്ചുകൊണ്ട് ആനമ്പുള്ളൊക്കെ തെളിച്ചേ. അതിനവസാനം ഇതെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇവനാകെ വിഷമമായി. എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവന് ഒത്തിരി വിഷമമായി. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. കാരണം വെച്ചാൽ ഇവനെങ്ങനെയും കരകയറാൻ വേണ്ടിയാണ് ഈ ബന്ധുവിനെ ആശ്രയിക്കുന്നത്. ഇവൻ പണങ്ങിയാൽ ആളിട്ടു അതിൻ്റെ പ്രസ്ഥാനം പൊട്ടിപ്പോകും. അപ്പം ഞാൻ സഹിച്ചുകൊണ്ട് 12 മണി വരെ അവിടെ ഇരുന്ന് കൊട്ടോ. 12 മണി ഇരുന്നിട്ട് വെഞ്ചിരിപ്പ് കഴിഞ്ഞപ്പം ഈ ഷട്ടറിട്ട് അടച്ച് ഭക്ഷണം അവൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാച്ച അപ്പോൾ ഷട്ടറിട്ടപ്പോൾ ഞാനും കൂടി ആ ഷട്ടറിട്ട് ദൈവാനുഗ്രഹമുണ്ട് പിന്നെ അത് തുറന്നിട്ടില്ല. പ്രസലോഷം കൈയടച്ച് കർത്താവ് ഒന്നേ പറഞ്ഞേ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു. ഞാൻ ഷട്ടറിട്ട് വെച്ച് പോന്നു, തുറന്നില്ല. 2 മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛാ അന്ന് അടച്ച് പിന്നെ തുറന്നിട്ടില്ല. പ്രസലോട്ട് പ്രസ്ഥാനം പോയി. അവർക്ക് പറഞ്ഞു. അപ്പോൾ കാര്യത്തിന് തീരുമാനം യേശു ആരാധന. അപ്പോൾ ഇവനോട് ചോദിച്ചു, അച്ഛാ ഇനി എന്തെങ്കിലും വഴി അച്ഛൻ ഞാൻ എന്നെ ചെയ്യണം. ഇനി ഒരു വഴിയില്ല അച്ഛാ, ഇത് അവിടെ വെച്ച് പ്രശ്നം കയറി വന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ മോനെ ഞാനൊരു കാര്യം പറയാം, ഞാൻ സീരിയസ് ആയിട്ട്. ഇത്ര നേരം നമ്മൾ തമാശ പറഞ്ഞു, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛാ അതെ, നീ ചെയ്യേണ്ടത് പറ്റുവാണെങ്കിൽ നാളെ തന്നെ നിൻ്റെ ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങണം. നീ എവിടെയെങ്കിലും പോയൊരു വീട് വാടകയ്ക്കെടുക്കുക, ഉള്ള കയ്യിലെ പൈസ കൊണ്ടുപോയി തുടങ്ങിക്കും. നീ ആ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങുക, സാധനം എടുത്തുകൊണ്ട് പോക്കണം. അപ്പോൾ അമ്മാവൻ ചോദിക്കും, നീ എന്താ പോകുന്നു വെച്ചാൽ നീ പറയണം, അച്ഛൻ പറഞ്ഞിട്ടാണ് തന്നെ നീ പറഞ്ഞുതരാം. പ്രസലോഷ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി. പ്രസലോഷ് 3-4 വർഷം ഓടി നടന്നിട്ട് ഇവൻ്റെ വീട് രക്ഷപ്പെടുന്നില്ലേ? തകർന്നേ, എല്ലാം തകർന്നേ. ഈ പൈശാചിക ശക്തികളെ ആശ്രയിക്കുന്നവൻ്റെ അടുത്ത് നിന്നാൽ മതി, നമുക്ക് അടി കിട്ടും. പ്രസ്തലോഷ് അങ്ങനെ തിയറി ഉണ്ട്. അപ്പം ഇവൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു, നീ നാളെ വണ്ടി പിടിച്ച് ഇറക്കും. അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടോളാം. അത്ര എന്നോട് ആത്മാർത്ഥിയുള്ള. പെട്ടെന്ന് അവൻ പോയിട്ട് എറണാകുളത്തൊരു സ്ഥലത്ത് പോയി ഒരു ചെറിയ വീട് വാടകയ്ക്ക് കൊണ്ട് പിടിച്ചു.
പിറ്റേ ദിവസം ഇവൻ്റെ ബന്ധുവിനോട് പറയാതെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ലോറി കൊണ്ടുവന്നിട്ട് സാധനം കെട്ടുക. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ തന്ന് ഒരു സാധനം ഒന്നും എടുത്തേക്കരുത്, അതവിടെ ഇട്ടേക്കണം. നിൻ്റേതായത് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട്, അതുകൊണ്ടേ പോകാവുള്ളൂ, അല്ല വേറെ ഒന്നും നീ എടുത്തേക്കരുത്. ആൾ ചോദിച്ചാൽ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞേക്കാൻ പറയും, വേറെ ഒന്നും നീ പറയണ്ട. പിറ്റേ ദിവസം ഇവൻ എടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബന്ധു, നീ എന്താ കാണിക്കുന്നത്, നീ എന്തൊക്കെ പറ്റും, നീ എന്താ ഉദ്ദേശം? പറഞ്ഞു, ഒന്നുമില്ല, അച്ഛൻ എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞേക്കോളാൻ പറഞ്ഞു. നീ ഇനി മേലെ ഇങ്ങനെയുള്ള തിന്മയുടെ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ട. ഒക്കെ സ്നേഹം സൂക്ഷിച്ചു, എല്ലായിടത്തും നമുക്ക് സ്നേഹം വേണം. പക്ഷേ പൈശാചിക ശക്തിയെ ആശ്രയിക്കുകയും ആരാധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന മക്കളെ പറ്റില്ല. സത്യദൈവം കർത്താവ് ഈശോയ, ആ ഈശോയിലേക്ക് വരുന്നവൻ സ്വതന്ത്രനാ. ഹല്ലേലൂയ, വിശ്വ ആരാധന. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന പ്രബോധനങ്ങളിലെ ഏറ്റവും വലിയ പ്രബോധനമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇത്തരക്കാർ കർത്താവ് നിന്ദരാണ്. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശ്നികരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, ഉച്ചത്തിൽ. നമുക്കറിയാം, ഇസ്രായേലിന് ഒരു കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ മോശ അവിടെ വെച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൽപ്പലക, 10 കൽപ്പനയുടെ കൽപ്പലക എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന രോഷം കൊള്ളുന്ന ആൾ. സത്യദൈവത്തെ അല്ലാതെ വേറൊന്നിലേക്കും പോകരുത്. അത് തകർച്ചയ്ക്ക് കാരണമായിത്തീരും. അതുകൊണ്ടാണ് മോശ അവിടെ വെച്ച് അതിനെ പൊടിച്ച് ചാരമാക്കി കളയുകയാണ്. ഇനി അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യനായ യഹോവയായ സത്യദൈവത്തിലേക്ക് തിരിയാൻ പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുഭൂമി കടന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഈശോ മാത്രമാണ് ദൈവമെങ്കിൽ മാത്രമേ ആ കാനാൻ ദേശം, സമൃദ്ധിയുടെ കാനാൻ ദേശം, സമാധാനത്തിൻ്റെ കാനാൻ ദേശം, സ്വർഗം, പറുദീസ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കഥ പറഞ്ഞേ മക്കളെ, പോരാ ഉച്ചത്തില് കരങ്ങൾ ഉയർത്തി അടിച്ചേ ബന്ധനടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഇന്നലെ രാത്രി ഈ ദേശത്ത് നല്ല കുടുംബങ്ങൾ, ഒരുപാട് കൃപയുടെ കുടുംബങ്ങൾ, അതുപോലെ ചില കുടുംബങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബങ്ങളിൽ ചില പൈശാചിക പീഡകൾ, രോഗങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാകും. അവസാനം എല്ലാം കൂടി അങ്ങ് പോകും. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മൊത്തം എടുത്ത് കളഞ്ഞ് ഉള്ളിൽ ഒരു അശുദ്ധിയില്ലാതെ കർത്താവിനെ ആരാധിച്ച് എങ്കിൽ ഇന്ന് തന്നെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരത്ഭുതം നീ അവിടെ കണ്ടിരിക്കും. പ്രവാചകന്മാരനുസരിച്ച് പിന്നെ എന്തുകൊണ്ട് നിനക്കനുസരിച്ചുകൂടാ? മോശ കണ്ണും പൊട്ടി അനുസരിച്ച്, പക്ഷെ നിനക്കെന്തുകൊണ്ട് അനുസരിച്ചുകൂടാ? അപ്പസ്തോലന്മാർ കണ്ണും പൊട്ടി അനുസരിച്ചു, നിനക്കെന്തുകൊണ്ട്? നിനക്ക് പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം നീ ദൈവത്തെക്കാളും വലുതായി നിൽക്കുക. സുവിശേഷത്തിൻ്റെ മുകളിൽ കയറിക്കരുത്, സുവിശേഷം താഴെ നിൽക്കുക. സുവിശേഷത്തിൻ്റെ നിന്റെ ബുദ്ധിക്ക് താഴെ കാണുന്നെങ്കിൽ നിന്നെ പിശാച് പിടിച്ചിട്ടുണ്ട്. നിൻ്റെ മുകളിൽ സുവിശേഷം നിൽക്കട്ടെ. കർത്താവ് ഉയർന്നിൽക്കട്ടെ. അത് ഉയർത്തെഴുന്നേറ്റവന് അവൻ്റെ മേലെ ഇനി മരണത്തിനോ നരകത്തിനോ ആധിപത്യമില്ല. ആ സർവശക്തന ഇന്ന് ഈ കൂട്ടായ്മയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. ആരാധ്യൻ ഈശോ, ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന്, പുണ്യവാന്മാരോട് ചേർന്ന്, ദൈവജനത്തോട് നിൻമുഖമെൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന
വസിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പില് വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.